വെൽക്കം സർ. വെൽക്കം സർ. സാർ 5 മണിക്ക് പ്രോഗ്രാം തുടങ്ങും. ഒരു 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ. നടക്കില്ല. എല്ലാ പരിപാടിക്കും ഞാൻ ലേറ്റ് ആയിട്ട് എത്താറുള്ളൂ എന്ന് അറിയില്ലേ? സമയം ഞാൻ അറിയിക്കാം. ഓക്കെ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ സരോജ്. ബാബു ഇവിടെ മേക്കപ്പിനാരാ? ബാബുവിനെ ഞാൻ സ്റ്റേഡിയത്തിലേക്ക് അയച്ചു. എന്തിന്? 10,000 ഫ്രീ പാസ് വാങ്ങിച്ച് എന്റെ ഫാൻസുകാർക്ക് കൊടുക്കണമല്ലോ. ഞാൻ സ്റ്റേജിൽ കയറുമ്പോ നിർത്താതെ കൈയടിക്കാനും ആർപ്പ് വിളിക്കാനും ആള് വേണ്ടേ? വട്ടവിളയും താനൂർ അബ്ദുള്ളയും സ്റ്റേജിൽ കയറുമ്പോ നിർത്താതെ കൂവാനും അത് വേണം. എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഏതോ ഒരു പുതിയ കിഴങ്ങൻ ചെക്കന്റെ ഒരുപാട് ഫ്ലക്സുകൾ കണ്ടല്ലോ. എന്താ പടത്തിന്റെ പേര്? മേശ ആൻഡ് കസേര. അയ്യോ, മേശ ആൻഡ് കസേരയല്ല, ദോശ ആൻഡ് ചട്നി. അപ്പടെ സൂപ്പർ ഹിറ്റ് അല്ലേ? അപ്പൊ അതിലെ നായകന്റെ ഫ്ലക്സ് വെക്കാതിരിക്കോ? സംവിധായകന്റെ മിടുക്കാണ് പടത്തിന്റെ വിജയത്തിന് കാരണം എന്ന് കേൾക്കുന്നുണ്ടല്ലോ. അതും ശരിയാ. എങ്കിൽ ഡയറക്ടറുടെ ഫ്ലക്സ് വെച്ചാ പോരെ. സരോജ് അഭിനയിക്കുന്ന ഏതെങ്കിലും പടം ഡയറക്ടറുടെ മിടുക്കൊണ്ട് ഓടിയാൽ സരോജിന്റെ ഫ്ലക്സ് വെക്കണോ ഡയറക്ടറുടെ ഫ്ലക്സ് വെക്കണോ? എന്റെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, ഒരു നിയമം ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും അത് ഒരുപോലെ ബാധകമാകണമല്ലോ. ഈ പുതുമുഖ പരട്ടകളെ കൊണ്ടുവരുന്ന സംവിധായകരെ വേണം ചൂല് കൊണ്ടടിക്കാൻ. ഫാൻസുകാരോട് പറ ആ ഫ്ലക്സിലെല്ലാം ചാണക വെള്ളം ഒഴിക്കാൻ. അതിന് ഇതിനും മാത്രം ചാണകം ഇടുന്ന? അതെന്താ, കേരളത്തിലെ പശുക്കളൊന്നും ഇപ്പൊ ചാണകം ഇടുന്നില്ലേ? എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ. ഇല്ല. അല്ല, കേണൽ കാര്യം 80% ഓക്കെ ആയി എന്ന് ഫോണിൽ പറഞ്ഞല്ലോ. ബാക്കി 20% എന്ത് പറ്റി? സരോജ് അഭിനയിച്ച പട്ടാളപ്പടങ്ങൾ കണ്ടതാ ആർമിയിൽ ചിലർക്ക് പ്രശ്നമായത്. മേജർ അൽഹുൽവാലിയ പറഞ്ഞത് പട്ടാള വേഷത്തിലുള്ള സരോജിന്റെ നിൽപ്പ് കണ്ടാൽ പെരുമ്പാമ്പ് ആടിനെ വിഴുങ്ങിയ പോലുണ്ടെന്ന്. കാല് കോല് പോലെ, ഊത്ത വയറ്, പിന്നെ ഒരുപാട് തെറിയവന്മാര് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഹിന്ദി എനിക്ക് തർജ്ജമ ചെയ്ത് തന്ന ഹവീൽദാർ കുമാരൻ എല്ലാത്തിന്റെ അർത്ഥമൊന്നും എനിക്ക് പറഞ്ഞു തന്നില്ല. അത് നന്നായി. ഈ മഴയ്ക്ക് മുമ്പ് എനിക്ക് കേണലാവാൻ പറ്റില്ലേ? ഈ മഴയുടെ കാര്യം അതാ എനിക്ക് മനസ്സിലാത്തത്. മഴയത്ത് കിട്ടാൻ ആ വെള്ളത്തിൽ ഒലിച്ചു പോവോ ഈ പദവി? തലവര അനുസരിച്ച് ഒരാൾക്ക് കേണലുമാവാം, പിച്ചക്കാരനും ആവാം. അടുത്തതായി യുറേക്ക ചാനലിന്റെ സംഗീത പരിപാടിയിലൂടെ നിങ്ങളെ എല്ലാം ത്രസിപ്പിച്ച ഗായകൻ വിശാൽ രാഘവൻ. എന്തായി മക്കളെ, നിങ്ങളുടെ തുള്ളിച്ചാട്ടം ഏറ്റോ? ഇവരുടെ വേഷം പോരാ, നല്ല ഇറുകി ഒട്ടിക്കിടക്കുന്ന ഡ്രസ്സാണെങ്കിൽ ഞരമ്പ് രോഗികൾ കൈയടിക്കും. അല്ല, വട്ടവിള സരോജ് കുമാറിന്റെ വെക്കടപെടി കണ്ടോ? അയ്യോ എന്റെ അബ്ദുക്ക, എന്തൊരു മണ്ടം പടമായിരുന്നത്. അവന് നാണുമില്ലേ? വട്ടവിള എന്റെ വെള്ളിടി കണ്ടോ? കണ്ടോന്നോ? അബ്ദുക്ക കലക്കി. ചക്കരക്കുടത്തി വട്ടവിളയും കലക്കി. നമ്മൾ രണ്ടുപേരുടെ മുമ്പിൽ ഈ സരോജ് കുമാർ വെറും വട്ടപൂജ. സംശയമില്ല, വെറും പോറൻ. ആ വട്ടവിള ജയകുമാറും താനൂർ അബ്ദുള്ളയും എന്തായിരിക്കും സംസാരിക്കുന്നത്? അടുത്തടുത്ത് തമ്മി കാണുമ്പോ പരസ്പരം പുകഴ്ത്തും. മാറിയാൽ പരസ്പരം കുറ്റം പറയും. വെരി കറക്റ്റ്. പക്ഷേ ആ നിപ്പ് കണ്ടാൽ അറിയാം, ഇപ്പോ അവരിവിടെ ഇല്ലാത്തൊരുത്തിന് ദുഷിക്കുന്ന മൂടില്ല. ചിലപ്പോൾ സരോജ് കുമാർ ആയിരിക്കും സബ്ജക്ട്. സാധ്യതയുണ്ട്. ഗുഡ് ഈവനിങ് സാർ. സാർ ബാഡ്ജ് മാറ്റം കേട്ട് ഞാൻ കുറച്ച് നേരത്തെ ആയിപ്പോയോ? ഇപ്പൊ തന്നെ ഒരുപാട് വൈകിപ്പോയി സാർ. താങ്ക് യു. ബാബു, ഞാൻ ഗ്രീൻ റൂമിൽ എത്തുമ്പോ എന്നെ കണ്ട് ബഹുമാനം കാണിച്ച് എഴുന്നേക്കാത്തവരുടെ പേര് നോട്ട് ചെയ്തോളും കേട്ടോ. ഞാൻ ഏറ്റു സാർ. ഈശ്വര, ഇന്ന് ഏതവന്റെയൊക്കെയാ ചീട്ട് കീറാൻ പോകുന്ന ആർക്കറിയാം? ഗുഡ് ഈവനിങ്. ചാനലുകാർക്ക് ഇന്റർവ്യൂ കൊടുത്ത് മടുത്തു, അതുകൊണ്ടാണ് സ്വല്പം വൈകിയത്. ആകെ 3-4 പേരെ എണീറ്റുള്ളൂ. ഹലോ മിസ്റ്റർ സരോജ് കുമാർ. ഹലോ, എല്ലാരും ഉണ്ടല്ലോ. താനൂരെ, താങ്കളുടെ ചുറ്റിക്കളി തട്ടിക്കളി കണ്ടപ്പോ ഞാൻ വിളിച്ചിരുന്നു, കിട്ടിയില്ല. ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. സരോജിന്റെ വെക്കടാപേടി കണ്ടപ്പോ ഞാനും വിളിച്ചിട്ട് കിട്ടിയില്ല. ആ പടത്തിലെ അഭിനയത്തിന് സരോജിന് നാഷണൽ അവാർഡ് ഉറപ്പാ. ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കേണ്ടത്. സാർ, എങ്കിൽ മേക്കപ്പ് ചെയ്യാം. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? പണ്ട് കോടമ്പക്കത്ത് ഒരുമിച്ചുണ്ടായിരുന്ന റഫീഖാണ്. എടോ രാജപ്പൻ തെങ്ങിമൂടെ, ഇവിടെ 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 ഇവിടെ. റഫീഖോ, എത്ര നാളായി കണ്ടിട്ട്? സിനിമയിൽ തന്നെയാണോ ഇപ്പോഴും? അതെ, വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ടാട്ടോ. പഴയ സൗഹൃദോർത്തൊന്നും മിണ്ടിക്കളയാമെന്ന് വന്നപ്പോ. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. പറഞ്ഞതുപോലെ ഈയിടെ ഏതോ ഒരു ചെറിയ പടത്തിലെ അഭിനയത്തിന് ഒരു നാഷണൽ അവാർഡ് കിട്ടിയല്ലേ? ചെറുതോ വലുതോ ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. എങ്ങനെ ഒപ്പിച്ചെടുത്തു ഈ നാഷണൽ അവാർഡ്? എടോ രാജപ്പ, താൻ പത്മശ്രീയും ഡോക്ടറേറ്റ് ഒക്കെ ഒപ്പിച്ചെടുത്തില്ലേ? അതുപോലെയല്ല,
ഞാൻ അഭിനയിച്ചിട്ടാ. ഹിന്ദി പടത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടി ഹിന്ദി പഠിക്കുന്നു കേട്ടു. ഉദയഭാനു ഇപ്പോൾ ഹിന്ദി പടം ചെയ്യുകയാണല്ലോ. ചാൻസിന് വേണ്ടി സ്ഥിരമായി വിളിക്കാറുണ്ടല്ലേ. പിന്നെ പച്ചാളം ബാസി, ലുധിയാന, നിജലിംഗപ്പ, കേണൽ. റഫീഖ് സാർ, എനിക്ക് സാറിനോടൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു. ഒന്ന് പുറത്തേക്ക് വരൂ. താൻ എന്നോട് എന്ത് രഹസ്യം പറയാനാ? ഒരു മിനിറ്റ് സാറേ, ഒരേ ഒരു മിനിറ്റ്. സരോജ് കുമാർ സാറിന്റെ 10,000-ഓളം ഫാൻസുകാർ സ്റ്റേഡിയത്തിലുണ്ട്. അതുകൊണ്ട് ചിലപ്പോ റഫീഖ് സാറിന് അറിഞ്ഞുകൂടാത്ത ഒരു സത്യം ഞാൻ പറയാം. ഈ ഫാൻസ് എന്ന് പറയുന്നത് വെറും ഫാൻസ് അല്ല, കൊട്ടേഷൻ സംഘം എന്ന് തന്നെ പറയാം. ഞാൻ അവരുടെ നേതാവാ. അയ്യോ, അത് ഞാൻ അറിഞ്ഞു. ഇനിയും സരോജ് സാറിനോട് മറ്റിടത്ത വർത്താനം പറഞ്ഞാൽ താൻ അറിയും. ഒരു മെഗാ സ്റ്റാറിനോട് ഒരു പീറ നടൻ ഇങ്ങനെയാണോടോ സംസാരിക്കുന്നത്? ഞാനൊരു സിഗ്നൽ കാണിച്ചാൽ കടന്നൽ കൂടെ ഇളകി വരുന്നത് പോലെ ഫാൻസുകാർ വരും. താന്റെ കണ്ണും മൂക്കും ചെവിയും കൊത്തി ഒന്നാക്കും. എല്ലൂരി കോൽക്കളി കളിക്കും. പാറട്ടെ. അയ്യോ, എന്നൊന്നും ചെയ്യരുത്. അപ്പൊ പേടിയുണ്ടല്ലേ? അറിയാതെ പറ്റിപ്പോയതാണ്. എനിക്ക് മാപ്പ് തരണം. എന്ത് പ്രായച്ചിത്തം വേണമെങ്കിൽ ചെയ്യാം. പലതും ചെയ്യേണ്ടി വരും. കുറച്ചങ്ങോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ പ്രായച്ചിത്തം ചെയ്യാം. ആളുകൾ കാണണ്ട. ഓക്കെ, എന്നാ വാ വാ, വഴിക്ക് വാ. എന്തിനാ നമ്മിപ്പിങ്ങ് വന്നത്? പ്രായച്ചിത്തം. ഓ, വിളിക്കള ചേട്ടന്റെ കോട്ടയം സംഘത്തിനെ വിളികള. പഞ്ചായത്തിന് കൊടുക്കേണ്ട ടാക്സ് വെട്ടിക്കാൻ തിയേറ്ററുകാരുടെ ഡെയിലി കളക്ഷൻ റിപ്പോർട്ട് DCR ഉണ്ടാക്കുമല്ലോ. അതേ DCR എന്നെ പ്രൊഡ്യൂസർക്ക് അയച്ചു കൊടുത്താൽ മതി. ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി. ഒരു സത്യസന്ധൻ ഇറങ്ങിയിരിക്കുന്നു. എടോ, തനിക്കറിയോ, സെൻട്രൽ ജയിൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കള്ളന്മാരുള്ളത് ഡിസ്ട്രിബ്യൂഷൻ രംഗത്താണ്. നമ്മൾ മാത്രമായിട്ട് അത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വിളിക്കാം. ബാബുവിന്റെ മർമ്മസ്ഥാനത്താരോ ആക്രമിച്ചു. ബോധം പോയി. ജീവൻ അപകടത്തിലാ. അത് സാരമല്ല, നമുക്ക് വേറെ മേക്കപ്പാന വയ്ക്കാം. ഞെട്ടിക്കുന്ന മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്കും മലയടിച്ചുകൊണ്ടിരിക്കുക. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം എല്ലാ ചാനലുകളിലെയും പ്രധാന വാർത്ത ഇപ്പോൾ ഇതാ. ഏത്? ഈ നേരം വരെ എല്ലാരും സരോജിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അഭിനന്ദിക്കാൻ. എന്തിന്? ഒന്ന് എണീറ്റ് ഞാനൊന്ന് കാണട്ടെ. ഞാൻ എന്റെ കേണലിനെ ശരിക്കൊന്ന് കാണട്ടെ. അതെ സരോജ്, സരോജ് ഇപ്പൊ കേണലാ, കേണൽ. സരോജ്, ബ്രിഗേഡിയർ നിജലിംഗപ്പ ഇപ്പൊ 2 തവണ വിളിച്ചിരുന്നു സരോജനെ വിവരം നേരിട്ട് അറിയിക്കാം. പക്ഷെ സരോജന് ഹിന്ദി ഇംഗ്ലീഷും അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ. എന്നാലും എനിക്ക് നിജലിംഗപ്പയോട് സംസാരിക്കണം. പച്ചാളം, ഒന്ന് വിളിക്കൂ, ഉടനെ വിളിക്കൂ. ഹലോ സാർ, സരോജ് കുമാർ കൊടുക്കാം. നിജലിംഗം സർ, നിജലിംഗം സർ, ഐ കേണൽ, ന്യൂ കേണൽ, കേരള കേണൽ ഓഫ് സരോജ് കുമാർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കട്ട് ചെയ്ത് വീണ്ടും വിളിക്കണം. വേണ്ട. ഫാൻസുകാർക്കും എല്ലാ ശത്രുക്കൾക്കും മെസ്സേജ് അയക്കൂ. എല്ലാവരും അസൂയപ്പെടട്ടെ. TV ഓൺ ചെയ്യൂ പച്ചാളം. ഇത് 2ാം തവണയാണ് മലയാള സിനിമയിലേക്ക് ഈ കേണൽ പദവി കടന്നുവരുന്നത്. ആദ്യം വട്ടവിള ജയകുമാറിന്, ഇപ്പോഴിതാ സരോജ് കുമാറിനും. ഈ വാർത്തയോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ നിന്നും പല ചോദ്യങ്ങളും ഉയർന്നു വരികയാണ്. ഈ പദവി ഒരു ബഹുമാന ചിഹ്നം മാത്രമാണെങ്കിൽ കൂടിയും എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് പലരുടെയും സംശയം. ചില പ്രതികരണങ്ങളിലേക്ക്. മിലിറ്ററിയിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടിയാണ് സരോജ് കുമാറിന് കേണൽ പദവി നൽകുന്നതെന്നാണ് പറയുന്നത്. ഈ കിഴവനെ പിടിച്ച് കേണലാക്കിയ ഏത് ചെറുപ്പക്കാരനെ ആകർഷിക്കാൻ പോകുന്നത്? ഇയാള് 2-3 പടത്തിൽ പട്ടാളക്കാരനായി അഭിനയിച്ചതുകൊണ്ടാണത്രേ ഈ പദവി കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയോ സിനിമകളിൽ ബലാത്സംഗം ചെയ്ത നടന്മാർക്ക് നാട്ടിൽ ആരെയും കയറി ബലാത്സംഗം ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാമല്ലോ. അമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും അച്ഛനെ അംഗീകരിക്കാത്ത പന്നകൾ. ഹലോ. അയ്യോ, കേണൽ സരോജ് കുമാർ ആർമി ഉദ്യോഗസ്ഥന്മാരോട്ട് ചർച്ചയിലാണല്ലോ. പാകിസ്ഥാനുമായി ഇപ്പൊ യുദ്ധം തുടങ്ങണോ വേണ്ടയോ ഇന്ന് രാത്രി തീരുമാനിക്കാനുള്ളതാ. ഒരു കാര്യം ചെയ്യും, നാളെ നിങ്ങൾ പത്രക്കാർക്കും ചാനലുകാർക്കും വേണ്ടി ഒരു വാർത്താ സമ്മേളനം സംഘടിപ്പിക്കാം. നിങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് വന്നോളൂ. ഓക്കെ? അയ്യോ, ഞാൻ വരില്ല കേട്ടോ, ബിസിയാണ്. എനിക്ക് ജയ വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. 100 രൂപ വെച്ച് 50 പേരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പച്ചാള സാറ് പറഞ്ഞതാണല്ലോ. എനിക്ക് തോന്നുന്നത് പുതിയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചുമ്മാ നിൽക്കുന്നവർക്ക് 150 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. അവന്മാര് അതിനോ മറ്റോ പോയി കാണും. ഒരൊച്ചയും ബഹളവും ഇല്ലാതെ എങ്ങനെ ഹോളിൽ കയറി ചെല്ലും? ഓക്കെ, വേദന കുറവുണ്ടെങ്കിൽ ബാബു എങ്കിലും ഒന്നെന്റെ കൂടെ വന്നാൽ നന്നായിരുന്നു.
ഞാൻ വരാം സാർ. ഓക്കെ. ദൈവമേ, സ്റ്റെപ്പാ. അല്ല മൈക്ക് ഓക്കെ സാർ. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. 3.5 കോടി ജനങ്ങളിൽ എത്ര പേർ കേണലാവുന്നുണ്ട്? എന്റെ ഈ നേട്ടത്തിൽ ഓരോ മലയാളിയും അഭിമാനം കൊള്ളണം. ഇതൊരാഘോഷമാക്കി മാറ്റണം. അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ. മീറ്റിംഗിന് ശേഷം ഇവിടെ ചിക്കൻ ബിരിയാണിയും പാനീയങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് വയറ് നിറയെ കഴിക്കൂ, എന്നിട്ട് എന്നെ പറ്റി എഴുതൂ. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് ഹിന്ദ്. ദിവസേന പെട്രോളിന്റെ വില കുതിച്ചുയരുകയാണ്. അവശ്യ സാധനങ്ങളുടെ വില കാരണം സാധാരണ ജനങ്ങൾ പൊറുതിമുട്ടുന്നു. പിന്നെ ലോഡ് ഷെഡിംഗ്. ഇതിനിടയിൽ ഒരാൾ കേണലാകുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തോ, അനിൽകുമാർ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ചിക്കൻ ബിരിയാണി കഴിച്ച് നമുക്ക് പിരിയാം. താങ്കൾ വിളിച്ചു വരുത്തിയിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. ചിക്കൻ ബിരിയാണി തിന്നാനുള്ള കാശൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പെട്ടെന്ന് ചോദിക്കൂ. പദവികൾ പലതും നിങ്ങൾ മേടിച്ചെടുത്തിട്ടുണ്ട്. പത്മശ്രീ, ഡോക്ടർ, അങ്ങനെ പലതും. ഈ പദവികളുടെയൊക്കെ അന്തസ്സിന് ചേർന്ന സിനിമകളും കഥാപാത്രങ്ങളുമാണോ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പദവി വേറെ, സിനിമ വേറെ. സിനിമയിലൂടെയാണല്ലോ പദവികൾ അടിച്ചെടുത്തത്. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഈയിടെ വെക്കട വെടി എന്നൊരു കോടാലിപ്പടം ഇറങ്ങിയല്ലോ. അതുപോലുള്ള ചവറ സിനിമകളിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഈ പദവികളെല്ലാം മടക്കി നൽകുക വേണ്ടത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പോ ചിക്കൻ ബിരിയാണി. വയസ്സനായ താങ്കൾക്ക് 12ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികളുടെ നായകനായിട്ട് അഭിനയിക്കുമ്പോ നാണം തോന്നാറില്ലേ? ഞാൻ വയസ്സനാണെന്ന് പറയാൻ നീയാണോ എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് തന്നത്? 10 രൂപ ഒരു വെള്ളക്കടലാസ് ഉണ്ടെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം ആർക്കും എന്തും അറിയാൻ കഴിയും. താങ്കളുടെ പ്രീ ഡിഗ്രി മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ട്. എന്താ കാണണോ? ദുബായിൽ +2 പഠിച്ച എന്റെ പ്രീ ഡിഗ്രി മാർക്ക് ലിസ്റ്റ് ഇവിടുന്ന് കിട്ടിയെന്ന്. അയ്യോ കഷ്ടം. ഈയിടെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക നായകൻ താങ്കളുടെ സിനിമകളെയും വേഷങ്ങളെയും ഒരുപാട് പരിഹസിച്ചല്ലോ. അപ്പൊ എന്തു തോന്നി? ഞാൻ ചിരിച്ചുപോയി. അങ്ങേർക്ക് മതിഭ്രമമല്ലേ, മതിഭ്രമം. പിന്നീട് അദ്ദേഹം വിളിച്ച് എന്നോട് മാപ്പ് പറഞ്ഞല്ലോ. അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കരുതിയാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞു. ബ്ലാക്ക് ഹ്യൂമറോ? അതെന്തോന്ന് സാധനം? അത് ഈ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്കയിലാണല്ലോ ഈ ബ്ലാക്ക് ഹ്യൂമർ ആദ്യമായി പൊട്ടി പുറപ്പെട്ടത്. അവിടെ മുഴുവൻ കറുത്ത വർഗക്കാരാണല്ലോ. അതുകൊണ്ടാ ബ്ലാക്ക് ഹ്യൂമർ എന്നുള്ള പേര് വന്നത്. രജനീകാന്തിന്റെ പടങ്ങളിലുള്ള ഷോട്ടുകൾ വരെ അതേപടി നിങ്ങളുടെ പടങ്ങളിലും കാണാം. മറ്റൊരു രജനീകാന്ത് ആവാനുള്ള ശ്രമമാണോ? എനിക്ക് ഞാനായാ മതി. എന്റെ പടങ്ങളുടെ DVD മുഴുവൻ 10-50 തവണ രജനീകാന്ത് വീട്ടിലിരുന്ന് കാണുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങേര് എന്നെയാണ് അനുകരിക്കുന്നത്. മലയാള സിനിമയുടെ നിലവാരം ഇത്രയേറെ അധപ്പതിക്കാൻ കാരണം നിങ്ങളെപ്പോലുള്ളവരുടെ താരാധിപത്യ പ്രവണതയാണ്. ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഏറാൻ മൂളികളെ പിടിച്ച് നിങ്ങൾ സംവിധായകരാക്കും. എന്നിട്ട് പഴഞ്ചൻ ഫോർമുലകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. സൽഗുണസമ്പന്നനായ 50 പേരെ ഇടിച്ചു തോൽപ്പിക്കുന്ന, പാട്ടും കൂത്തും ഇടിയും തൊഴിയുമായി നടക്കുന്ന നിങ്ങളെപ്പോലുള്ള പീറ നായകന്മാർ മലയാള സിനിമയെ തോലച്ചു. നിർത്തണോ? സൂക്ഷിച്ച് സംസാരിക്കണം. താനും സൂക്ഷിച്ച് സംസാരിക്കണം. കിഴങ്ങൻ തന്റെ മറ്റവനെ കിഴങ്ങൻ. എന്നെ തൊടരുത്. ഞാൻ പത്മശ്രീയാണ്, ഞാൻ ഡോക്ടറാണ്. എടപ്പള്ളി ബംഗ്ലാവിലേക്ക് വിട്ടോ. അയ്യോ, നിർത്ത് സാറ് കയറില്ല. ചവിട്ടിപ്പോ. സാറിന് ഇത്രയും സ്പീഡിൽ ഓടാൻ കഴിവുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. താൻ എന്ത് പണിയാടോ കാണിച്ചത്? ഒരു അപകടം വന്നപ്പോ എന്നെ രക്ഷിക്കാതെ ആദ്യം താനം ഓടിയല്ലേ? ആശുപത്രി കിടക്കുന്ന നേരിട്ട് എഴുന്നേറ്റ് വന്നവനാ ഞാൻ. എന്നാലും സിനിമയില് 10-20 വില്ലന്മാര് സാറ് പുല്ല് പോലെ ഇടിച്ചിടുന്നത് കണ്ടിട്ടാ ഞാൻ സാറിന്റെ ഫാനായത്.
അതുപോലെ സാറവന്മാരെ ഇടിച്ചോളൂ എന്ന് ഞാൻ വിചാരിച്ചു. സിനിമയാണോ ജീവിതം? അല്ലാന്ന് ഇന്നെനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. ശരിയാ സാറേ. എത്ര കൂളായിട്ടാ അവൻ സാറിനെ കിഴങ്ങാന്ന് വിളിച്ചു കളഞ്ഞത്. കുറെ ബിരിയാണിയും വെള്ളത്തിലായി. പക്ഷെ സാറിന്റെ ഏറ് കൃത്യമായിട്ട് അവന് കൊണ്ടു. ഞാൻ ചെന്നൈയിൽ തന്നെ സ്ഥിരമായി താമസിക്കുന്നത് എന്തുകൊണ്ടാന്നാ തന്റെ വിചാരം? എന്തുകൊണ്ടാ സാറേ? ഈ തമിഴന്മാർക്ക് പണക്കാരെ ബഹുമാനിക്കാൻ അറിയാം. നമ്മൾ ഇത്തിരി തൈർസാദം വാങ്ങിച്ചു കൊടുത്താൽ ആജീവനാന്തം അവരാ കൂറ് കാണിക്കും. 1 കിലോ അരി വാങ്ങിച്ചു കൊടുത്താൽ അവർ നമുക്ക് വോട്ട് ചെയ്യും. ഇവിടെ ഉള്ളവന്മാർക്ക് ഒരു ഫുൾ ബോട്ടിൽ ബ്രാൻഡിയും 5000 രൂപയും കൊടുത്താൽ അത് വാങ്ങിച്ചടിച്ചിട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. അങ്ങനെ അടച്ചു പറയരുത് സാർ. ഒന്നും തന്നില്ലേലും ഞാൻ സാറിന് മാത്രമേ വോട്ട് ചെയ്യൂ. അതിന് ഞാനിവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പോകുന്നു. ഞാൻ എന്തോ പറയുന്നു, ഇയാൾ എന്തോ പറയുന്നു. രണ്ടും മലയാളം അല്ലേ സാർ? പണക്കാരാണ് നിങ്ങളുടെ ശത്രുക്കളെന്ന് ഇവിടുത്തെ പാവങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞാൽ മതിയല്ലോ. അക്കാര്യത്തിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരാണ് സാറേ. എല്ലാവരെയും കൊല്ലണം. സാറേ, ടിവിക്കാർ തല്ലാൻ വരുന്നു, ഓടിക്കോ. എന്തു പറ്റി സാറേ? ഞങ്ങളിത് 2ാമത്തെ റൗണ്ടാ. സാറ് ഒരു റൗണ്ടിന്റെ കാൽഭാഗം പോലും ആയില്ലല്ലോ. ദേ, ആ റൗണ്ട് പൂർത്തിയാക്കിയില്ലെങ്കിൽ GTA പണിഷ് ചെയ്യും കേട്ടോ. എന്ന് വെച്ചാ വൈകുന്നേരം വരെ ഓടിക്കും. മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. കൈനനയാതെ കേണലാവാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഇത്രയും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് വയ്യേ. എങ്ങനെ ഇന്ന് രക്ഷപ്പെടും പട്ടാളക്കാരാ? ഒരു കാര്യം ചെയ്, തൽക്കാലം ആ മരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്ന് കിതപ്പ് മാറ്റിക്കും. ഞങ്ങള് 6ാമത്തെ റൗണ്ട് ഓടിയെത്തുമ്പോ കൂടെ കൂടിയാ മതി. ചീറ്റയുടെ കണ്ണിൽ പെടാതിരുന്ന ഭാഗ്യം. താങ്ക് യു പട്ടാളക്കാരാ. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അബൽ ബാന്ധവ, കൈവിടല്ലേ. സാറേ, ഓട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതിപ്പോ GTA തൊട്ടടുത്തുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇൻസ്ട്രക്ഷൻസ് തരും. ബായമുട്ട് എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് നടക്കണം. ദഹിനേമുട്ട് എന്ന് പറഞ്ഞാൽ ദഹനക്കേടല്ല, ദഹിനേമുട്ട് എന്ന് പറഞ്ഞാൽ വലത്തോട്ട് നടക്കണം. പീച്ചേമുട്ട് പിറകിലേക്ക്. ഏത് മൂഡ് ആദ്യം പറയും? അതെനിക്കെങ്ങനെ അറിയാം? ശ്രദ്ധിക്ക്. ബായെ ഇടത്തോട്ട്, ദഹിനെ വലത്തോട്ട്. ഓക്കെ? आप कहां जा रहे हो? वापस मुड़ के आ जाओ. सरोज साहब, ये उल्लू लोग कहां से निकल के आ रहे हो? സാർ എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് ഇറങ്ങി പുറപ്പെട്ടത്? സിനിമയിൽ അഭിനയിച്ചാ പോരെ? ഇത്രയും ദുരാഗ്രഹങ്ങൾ മനുഷ്യന് പാടുണ്ടോ? നമുക്കേ ആ ഇൻസ്പെക്ടർക്ക് എന്തെങ്കിലും കൈമണി കൊടുത്താലോ? കുതന്ത്രങ്ങളെ കയ്യിലുള്ളൂ അല്ലേ? ഞാൻ കേണലാകാൻ പോകുന്നു നാട്ടുകാരെല്ലാം അറിഞ്ഞു പോയില്ലേ പട്ടാളക്കാരാ? അല്ല രാജേഷിന് ഞാൻ സിനിമയെ ചാൻസ് വാങ്ങിച്ചു തരാം. ദേ, പിന്നെയും കൈക്കൂലി. സോറി സാറേ, ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നാളത്തെ സെറിമോണിയൽ പരേഡ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫുൾ ഡ്രസ്സിൽ നമ്മൾ മാർച്ച് ചെയ്ത് മുന്നോട്ട് നടക്കും. സാർ ഏറ്റവും മുമ്പിൽ വേദിയിൽ സുപ്പീരിയർ ഓഫീസർ സല്യൂട്ട് സ്വീകരിക്കാൻ നിൽപ്പുണ്ടാവും. ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ വലത്തോട്ട് തലചരിച്ച് സല്യൂട്ട് ചെയ്യണം. കാണിക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് ഈസി അല്ലേ?
ഇന്ന് ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസമല്ലേ സരോജ്? ഇന്നെങ്കിലും കൃത്യസമയത്തിന് വന്നുകൂടായിരുന്നോ? റെസ്റ്റോറന്റ് ഉദ്ഘാടനം ഏൽക്കണമായിരുന്നോ? മണി 11 എല്ലാം സെറ്റപ്പ് ചെയ്ത് മുഴുവൻ പേരും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് സമയം എത്രയെന്നറിയോ? ഇപ്പോഴെത്തും, ഉടനെ എത്തും. ഫേവറബിൾ ലൈറ്റിൽ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം, എല്ലാം പോയി. ഇത് പുള്ളിക്കാരൻ 1.5 മാസം മുമ്പ് ഏറ്റുപോയ ഉദ്ഘാടനം. എങ്കിലും അത് ഇന്നലെ പറയണമായിരുന്നു. നമുക്ക് വേറെ ഏതെങ്കിലും സീൻ പ്ലാൻ ചെയ്യായിരുന്നല്ലോ. ഇതിപ്പോ ഇത്ര ആളുകൾ, ജിമ്മി ജെപ്പ്, സ്റ്റഡി ക്യാമ്പ് ഒക്കെ ഏർപ്പാടാക്കിയിട്ട് വെറുതെ ഇരിക്കാന്ന് പറഞ്ഞ. ക്ഷമിക്ക അലക്സ്, ആൾ ഉടനെ എത്തും. ചെങ്കൽപ്പേട്ട പുറപ്പെട്ടു കഴിഞ്ഞു. ചെങ്കൽപ്പേട്ടയിലാണ് ഉദ്ഘാടനം. കൊള്ളാം. താരമായി കഴിഞ്ഞാൽ പിന്നെ സിനിമാ ഷൂട്ടിങ്ങിന് 2ാം സ്ഥാനമേ ഉള്ളൂ. കല്യാണം, സ്വീകരണം, ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഷൂട്ടിംഗ്. ഇവനെയൊക്കെ പുളിവാറ് കൊണ്ടടിക്കണം. എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കലേ റഫീഖ് സാർ. തീ എരിക്കാൻ ഞാൻ പറഞ്ഞോ? ഇവനൊക്കെ കോടികൾ സമ്പാദിച്ചില്ലേ? എന്നാലും നക്കാപ്പിച്ച വല്ലതും കിട്ടിയാൽ പഞ്ചായത്ത് മൂത്രപ്പുര വരെ പോയി ഉദ്ഘാടനം ചെയ്യും. എപ്പോഴാ ഈ പണമൊക്കെ ചെലവാക്കുമോ എന്നത് എനിക്ക് പിടിയിട്ടാത്തത്. കുഴിക്കകത്തോട്ട് കാലം നീട്ടി കിടക്കുമ്പോഴോ? ഗുഡ് മോർണിംഗ് സർ. ശ്യാം സീൻ വായിച്ചല്ലോ അല്ലേ? ഡയലോഗ് ഓർമ്മ വെച്ചോളൂ. അദ്ദേഹം വന്നാ പിന്നെ വലിയ റിഹേഴ്സൽസ് ഒന്നും ഉണ്ടായിരുന്നു വരില്ല. ഞാൻ നോക്കിയിട്ടുണ്ട്. ഇരിക്കെ. ശ്യാം സൂപ്പർ സ്റ്റാറുകളുടെ കൂടെയൊക്കെ മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? കുറച്ചൊക്കെ, പക്ഷേ ഇത്രയും സംഭാഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പെട്ടത് തന്നെ. പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസ് അറിയാമല്ലോ. ചടപടാന്നായിരിക്കും കാര്യങ്ങൾ. ഒപ്പം നിന്നില്ലേ വിവരം അറിയും. കൊച്ചു പിള്ളേർ ചുമ വരട്ടല്ലേ പറ്റാണ് സാറേ. ശ്യാം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചതാണെന്നല്ലേ പറഞ്ഞത്? അല്ലാതെ വഴിയെ പോകുമ്പോൾ വലിഞ്ഞേറി വന്നോന്നല്ലോ. എവിടെ പഠിച്ചാലും എക്സ്പീരിയൻസ് തന്നെയാ പ്രധാനം. ഭാഗ്യം വന്നെന്നാ തോന്നുന്നേ. 2 മണിക്കൂറിനകം സാറെത്തും. ഇങ്ങോട്ട് പോരടോ കൊട്ടേഷൻ നേതാവേ. ഞാൻ ചെയ്യേണ്ടതൊക്കെ അന്ന് തന്നെ ചെയ്തു തീർത്ത്. യൂറിയക്ക ടിവിയുടെ അവാർഡ് നൈറ്റിന്റെ അന്ന് ഒന്ന് കൊടുത്തതിന്റെ പേടിയാ. അപ്പൊ റഫീഖ് സാർ ആയിരുന്നു ഇവന്റെ മർമ്മസ്ഥാനത്തിട്ട്? അതെ, ആ മർമ്മസ്ഥാനി ഞാൻ തന്നെ. ഇങ്ങോട്ട് വാറോ, ചോദിക്കട്ടെ. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 മണി. അപ്പോഴേക്കും ലഞ്ചിന് സമയമാവും അല്ലടോ? ആവും. പിന്നെ എന്തിനാണോ ആ മാങ്ങാത്തൊലിന് ഇത്രയും പേര് ഈ നേരം വരെ ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചത്? അലക്സാറേ, എന്റെ മനസ്സ് പറയുന്നു ഇന്നത്തെ കാര്യം മൊത്തം അലമ്പാവുമെന്ന്. അതുകൊണ്ട് ക്ഷമിക്കണം, ഞാൻ പോവാ. അയ്യോ റഫീഖ് സാറേ, അല്ലെങ്കിൽ സീനിൻ്റെ ഞാൻ വരുന്നുള്ളൂ. റെഡി ആവുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ചുമ്മാ കിഴങ്ങന്മാരെ കാത്തുനിന്ന് വെയിലുള്ള ഞാനില്ല. പട്ടാളമെത്തി, 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 പട്ടാളമെത്തി. എല്ലാവരുടെയും ദേഹപരിശോധന നടത്തും. സെക്യൂരിറ്റി ചെക്ക്. എന്ത്? പച്ചാള സാറേ, സരോജ് സാർ ഇപ്പൊ രാഷ്ട്രത്തിന്റെ പൊതുസ്വത്തല്ലേ, വിലപ്പെട്ട ജീവനല്ലേ. മിലിറ്ററി എന്നുള്ള ഓർഡറാ. സരോജ് സാർ എവിടെ പോകുന്നു അവിടെയുള്ള എല്ലാവരെയും ചെക്ക് ചെയ്യണമെന്ന്. ഇതെന്തോ നട? ഇത് കാശ്മീർ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഈ കോമാളികളി കാണാനല്ല രാവിലെ മുതൽ ഇവിടെ എന്താ ഇതൊക്കെ? പറയാം. ഇനി എല്ലാ ദിവസവും ഇതുപോലെ പതാക ബന്ധനത്തിന് ശേഷമായിരിക്കും നമ്മൾ ഷൂട്ട് തുടങ്ങുക. ഓരോ പട്ടാളക്കാരനും 2500 രൂപ വെച്ച് താൻ കൊടുക്കണം. എല്ലാ ചെലവും മിലിറ്ററിയുടെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഷൂട്ടിങ്ങിനല്ലേ സരോജ് വന്നത്? പട്ടാളക്കാരാണത്ര. ഫാൻസ് പിള്ളേരല്ലേ അത്? പതുക്കെ പറ, ആരും അറിയണ്ട.
യൂണിഫോം വാടകയ്ക്കെടുത്തതാ. ഇൻഡസ്ട്രിയിലെ എരപ്പാളികളെ വരട്ടിവിടാൻ കിട്ടിയ സന്ദർഭമാണിത്. ഓക്കെ, നമുക്ക് ഷൂട്ട് തുടങ്ങാം. ബാബു കം മേക്കപ്പ്. ഓക്കെ, ജേക്കബ് കോശി, അതായത് സാറ് നടന്നു വന്ന് കാറി കയറുമ്പോൾ സൈറ്റ് എഞ്ചിനീയർ സാറെന്ന് വിളിച്ച് അടുത്ത് വരും. സാർ നിൽക്കും. ഡയലോഗ്: എഞ്ചിനീയർ, ഒരു കാര്യം പറയാൻ വിട്ടു. സോളാറിന്റെ ആളുകൾ ഇന്നലെ വിളിച്ചിരുന്നു. 25% അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ജേക്കബ് കോശി: അത് നടക്കില്ല, മാക്സിമം 10%. അവരോട് എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി. അത്രയും പറഞ്ഞ് സാർ കാറി കയറി പോകും. ഓക്കെ, ടേക്ക്. സാർ റിഹേഴ്സൽ? എനിക്ക് റിഹേഴ്സലോ? കൊള്ളാം, ടേക്ക് എടുക്കൂ. ഈ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് അഭിനയിക്കുന്ന ആൾ പുതിയ ആളാണോ? ആണെങ്കിൽ അത് എന്റെ വിഷയമല്ല. അയാൾക്ക് മാത്രമായ റിഹേഴ്സൽ കൊടുക്കൂ. ബ്രിഗേഡിയർ നിജലിംഗപ്പയുമായി സ്വീഡനിൽ നിന്ന് തോക്കിറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഡിസ്കഷൻ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണം. എന്നാ എടുക്ക. ആ ബ്രീഫ് കേസ് ഓടും. സാർ തുടങ്ങട്ടെ സാർ. എവരിബഡി ഗെറ്റ് റെഡി ഫോർ ദ ടേക്ക്. സൗണ്ട് റോളിംഗ്. 29/3 ടേക്ക് 1 ക്ലാപ്പ്. ആക്ഷൻ. സർ, ഒരു കാര്യം പറയാൻ വിട്ടു. സോളാറിന്റെ ആളുകൾ ഇന്നലെ വന്നിരുന്നു. 25% അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് നടക്കില്ല, മാക്സിമം 10%. കട്ട് പ്ലീസ്. എന്തു പറ്റി സാർ? ഡയലോഗ് പറഞ്ഞില്ല. ഒന്ന് വരൂ. പല പടങ്ങളിലും ഞാൻ അവനെ കണ്ടിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. ഒരു മെഗാസ്റ്റാറിന്റെ കൂടെ സംഭാഷണം പറഞ്ഞ് അഭിനയിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ്. എത്രയും പെട്ടെന്ന് അവനെ മാറ്റിക്കൊള്ളാവുന്നൊരു നടനെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും. എന്താ എന്താ എന്താ? ഞാനാ അതിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയത്. വിശദീകരണം വേണ്ട. അയാൾ മോശമായിട്ടാണ് അഭിനയിച്ചതെങ്കിൽ സാർ പറയുന്നത് ഞാൻ കേൾക്കാം. ഇല്ലെങ്കിൽ ഒരാൾ ജൂനിയർ ആർട്ടിസ്റ്റായി പോയതുകൊണ്ട് കൂടെ അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ള ന്യായം എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് സാർ. എന്റെ പൊന്ന് സരോജയെ, തുടങ്ങുന്ന ദിവസം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. ഞാൻ കാല് വേണേ പിടിക്കാം. ഒരു പുതുമുഖ സംവിധായകൻ എന്നെ ധിക്കരിക്കുന്നു. ഓക്കെ, ടേക്ക്. ഒന്ന് മാറിപ്പോടോ വെച്ചാളം. Come on, take. എല്ലാവരും റെഡി അല്ലേ? ആ സാർ റെഡി. ഫ്രെയിം സെറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, സ്റ്റാർട്ട് സൗണ്ട്. റോളിംഗ്. ടേക്ക് 2 ക്ലാപ്പ്. ആക്ഷൻ. സർ, ഒരു കാര്യം പറയാൻ വിട്ടു. സോളാറിന്റെ ആളുകൾ ഇന്നലെ. Got it. ഓക്കെ, രണ്ടുപേരുടെയും ഡയലോഗ്സ് കഴിഞ്ഞിട്ടില്ലേ സാർ വണ്ടി കയറുന്നത്? ഓ, ഞാൻ മറന്നു. നമുക്കൊന്നുകൂടി എടുക്കാം. One more. Get ready. Clap in. Start sound. റോളിംഗ്. ടേക്ക് 3 ക്ലാപ്പ്. Action. സർ, ഒരു കാര്യം പറയാൻ വിട്ടു. സോളാറിന്റെ ആളുകൾ ഇന്നലെ വന്നിരുന്നു. Got it. എന്ത് പറ്റി? ശ്യാം സാറിന് വിളിക്കുമ്പോ സാറ് നിൽക്കണ്ടേ? ഞാൻ നിൽക്കണമെങ്കിൽ ഈ ചെക്കൻ എന്നെ സാറിന് വിളിക്കണ്ടേ? ഞാൻ വിളിച്ചു. താൻ വിളിക്കുന്നത് തനിക്ക് കേൾക്കാനല്ല, എനിക്ക് കൂടി കേൾക്കാൻ പാകത്തിൽ ഉറക്കം വിളിക്കണം. ഞാൻ ഉറക്കെ തന്നെ വിളിച്ചത്. നുണ പറയുന്നു. ഇന്ന് പകൽ 12 മണിയോടെ കടൽ കാക്കകൾ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് സംഭവം നടക്കുന്നത്. അകാരണമായി പ്രകോപിതനായ നടൻ സരോജ് കുമാർ പുതുമുഖ നടൻ ശ്യാമിനെ ആക്രമിക്കുകയായിരുന്നു. എന്നിട്ട് നീ ഇപ്പൊ എവിടെ മോനെ? അത് പറ. ആശുപത്രിയിലാണോ? കൊറേ പ്രാവശ്യം നിന്നെ അയാള് തല്ലുന്നത് ടിവിയിൽ കാണിച്ചു. എന്റെ നെഞ്ചു പൊട്ടിപ്പോയി. നിനക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ബസ്സോ ട്രെയിനോ പിടിച്ച് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോര്. അമ്മ എന്താ ഞാൻ പറയുന്നത് വിശ്വസിക്കാത്തത്? ഒരു പ്രാവശ്യം തല്ലുന്നത് കട്ട് ചെയ്ത് ടിവിക്കാര് പലതവണയാക്കി കാണിച്ചതാ. നിന്റെ കട്ടും കുട്ടും ഒന്നും എനിക്ക് കേക്കണ്ട. നീ വരുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ ബസ്സും ട്രെയിനും ഒക്കെ പിടിച്ച് വരിക എന്ന് പറഞ്ഞാ ആരോടെങ്കിലും കടം വാങ്ങിച്ച് ടിക്കറ്റ് എടുക്ക്. പൈസ എങ്ങനെയെങ്കിലും ഞാൻ തന്നോളാം. അങ്ങനെ അമ്മ പൈസ തന്ന ഈ മാസത്തെ വീട്ടുവാടക പ്രശ്നാവില്ലേ? വെറുതെ ഉടമസ്ഥന്റെ വഴക്ക് കേൾക്കണം. പ്ലീസ് അമ്മ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാനിപ്പോൾ അവിടെ വന്നാൽ എന്താ സംഭവിക്കുക? നമ്മൾ 3 പേരും ഒരുമിച്ച് കുറച്ച് കരയും. അത് വേണ്ട, ഞാനിവിടെ തനിച്ചിരുന്ന് കരഞ്ഞോളാം. ഞാൻ ഫോൺ വയ്ക്കാം. വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ട പ്ലീസ്. അവൻ ഫോൺ വെച്ച് കളഞ്ഞു. ഒരു പ്രാവശ്യം തല്ലിയത് പലതവണയാക്കി ടിവിയിൽ കാണിച്ചതാണത്രേ. ഏട്ടൻ വരുന്നുണ്ടോ അമ്മ? കുട്ടികൾക്ക് ഓരോ ഭ്രാന്ത് പിടിച്ചാൽ എന്താ ചെയ്യാ? അന്ന് ബിഎഡിന് പോയിരുന്നെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും സ്കൂളിൽ ജോലി ചെയ്യേണ്ടവനാ. അപ്പോഴല്ലേ സിനിമ എന്ന് പറഞ്ഞ് നാട് വിട്ടത്. ഇതാ കണ്ടല്ലോ, എന്റെ കൈയും കാലും ഒന്നും ഒടിഞ്ഞിട്ടില്ല.
ഇനി ആരും വിളിക്കാൻ ബാക്കിയില്ല. മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. എന്തിന് ക്ലാസ് കെട്ടിയത് ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നു? ലേഖ പലതവണ ഫോണിൽ വിളിച്ചിട്ടും ശ്യാം എടുക്കാത്തത് മനഃപൂർവ്വമാണ്. പൊയ്ക്കോളൂ പ്ലീസ്. എല്ലാ പ്രേക്ഷകർക്കും സെൻസ് ആൻഡ് സെൻസിബിലിറ്റിയിലേക്ക് സ്വാഗതം. വസ്തുതകളുടെ നിജസ്ഥിതി മുടിനാരിഴ കീറി പരിശോധിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് വിശകലന വിധേയമാക്കാൻ പോകുന്നത് കടൽ കാക്കകൾ എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ താരരാജാവെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സരോജ് കുമാർ ഒരു പുതുമുഖ നടനെ ആക്രമിച്ച സംഭവമാണ്. ഇപ്പോൾ നിജസ്ഥിതി സെൻസ് ആൻഡ് സെൻസിബിലിറ്റിയുമായി പങ്കുവയ്ക്കുവാൻ ആരോപണ വിധേയനായ സാക്ഷാൽ സരോജ് കുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഹലോ മിസ്റ്റർ സരോജ് കുമാർ. ഹലോ, മെഗാസ്റ്റാർ സരോജ് കുമാറാണ്. ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്നാണ്. ചതിയന്മാരാണ് നിങ്ങൾ. ആരെ ചതിച്ചും നിങ്ങൾ വാർത്തയുണ്ടാക്കും. രോഗിയായത് കാരണം 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ കഴിയുകയായിരുന്ന പാവങ്ങളുടെ നേതാവും തടവ് പുള്ളിയുമായ മനുഷ്യനെ നിങ്ങൾ ചതിച്ചു. എന്റെ അടുത്ത് ആ പണി നടക്കില്ല. നിങ്ങൾക്ക് എങ്ങനെ കിട്ടി ഈ ക്ലിപ്പിംഗ്? എടോ സഹോദരി, എന്റെ പുതിയ സിനിമയിലെ ഒരു സീനാണത്. ഞങ്ങൾ രണ്ടുപേരും കഥാപാത്രങ്ങളുടെ വേഷം ധരിച്ചു നിൽക്കുന്നത് മണ്ടശിരോമണികളായ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? പ്ലീസ് മിസ്റ്റർ സരോജ് കുമാർ, ലോകമെങ്ങും ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുന്നൊരു പരിപാടിയാണിത്. കുറച്ചുകൂടി മാന്യമായ ഭാഷയിൽ സംസാരിക്കണം. സൗകര്യപ്പെടില്ല. മലയാളികൾ നന്നാവാത്തത് വെറുതെ അല്ല. പ്ലീസ് മിസ്റ്റർ സരോജ് കുമാർ, ദയവായി ലൈനിൽ തുടരുക. ഞാൻ തിരിച്ചെത്താം. ഇയാള് തിരിച്ചെത്തണ്ട. പോയത് എവിടെയാന്ന് വെച്ചാൽ അവിടെ തന്നെ അങ്ങ് നിന്നാ മതി. അദ്ദേഹം വല്ലാതെ പ്രകോപിതനായതായി തോന്നുന്നു. തല്ലിയത് സിനിമയിലെ ഒരു സീനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിൽ സെൻസ് ആൻഡ് സെൻസിബിലിറ്റിയിലെ ഇന്നത്തെ ഈ ചർച്ച വെറുതെ ആകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തായാലും കടൽ കാക്കകൾ എന്ന ചിത്രത്തിന്റെ സംവിധായകനും തല്ല് സംഭവത്തിന്റെ ദൃക്സാക്ഷിയുമായ ശ്രീ അലക്സ് സാമുവൽ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ശ്രീ അലക്സ് സാമുവൽ, ശ്രീ സരോജ് കുമാർ പറഞ്ഞതുപോലെ താങ്കളുടെ സിനിമയിലെ ഒരു രംഗമാണോ ഇത്? അല്ല. പിന്നെ? നിവൃത്തിയേട് കൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആവേണ്ടി വന്നവളാണ് ശ്യാം. അതാണ് അയാൾ ചെയ്ത കുറ്റം. തന്നെ പോലൊരു താരത്തിനോടൊപ്പം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് സംഭാഷണമൊക്കെ പറഞ്ഞ് അഭിനയിക്കുന്നത് മിസ്റ്റർ സരോജ് കുമാർ ഇഷ്ടപ്പെട്ടില്ല. മറ്റു കാരണങ്ങളുണ്ടാക്കി മനഃപൂർവ്വം അദ്ദേഹം ശ്യാമിനെ തല്ലുകയായിരുന്നു. ഓഹോ, അപ്പോ മിസ്റ്റർ സരോജ് കുമാർ പച്ചക്കള്ളം പറയുകയായിരുന്നോ? മിസ്റ്റർ സരോജ് കുമാർ, താങ്കൾ ലൈനിലുണ്ടല്ലോ. മിസ്റ്റർ അലക്സ് സാമുവൽ പറയുന്നത് കേട്ടില്ലേ? എന്താണ് താങ്കളുടെ പ്രതികരണം? പച്ചക്കള്ളം പറഞ്ഞത് ഞാനല്ല, അവിടെ ഇരിക്കുന്ന പരട്ട ചെക്കനാ. അവൻ ആര്? ഹരിശ്ചന്ദ്രനോ? ഇങ്ങനെ ഒരു നാറിയുടെ പടത്തിൽ ഞാനിനി അഭിനയിക്കില്ല. ഒരു കാര്യം കൂടി പറയാം, ഇനി അവൻ മലയാള സിനിമ സംവിധാനം ചെയ്യില്ല. അദ്ദേഹം ഇതിലും മോശമായ ഭാഷയിൽ സംസാരിക്കാൻ ഇടയുള്ളത് കൊണ്ട് ലൈൻ കട്ട് ചെയ്തിരിക്കുകയാണ്. ഏതായാലും മലയാള സിനിമയുടെ താരാധിപത്യത്തിന്റെയും സാംസ്കാരിക ജീർണതയുടെയും മറ്റൊരു മുഖം വെളിച്ചത്ത് കൊണ്ടുവന്ന ഈ സംഭവം പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. കൂടുതൽ ചർച്ചകളും അഭിപ്രായങ്ങളുമായി വീണ്ടും തിരിച്ചെത്താം. ഇടവേള.